ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ചൊരക്ക വെച്ചിട്ടുള്ളൊരു കറിയായിട്ടാണ്. ഈ കറി കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാലേ. അതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. അവിടെ ഇറച്ചിക്കറി വരെ മാറി നിൽക്കും ഇതിൻ്റെ മുന്നിൽ. ഇത് ഇറച്ചിക്കറി ഇല്ലയെന്ന് വിചാരിച്ച് ആരും ചോറുണ്ണാതിരിക്കണ്ട, ഈ ഒരു കറി മതി. ആദ്യം തന്നെ നമുക്ക് ഈ ചൊരക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചൊരക്ക കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ വറുത്തെടുക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് തേങ്ങ ഇട്ടെടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്കൊരു 3-4 ചുവന്നുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം. നമുക്ക് നന്നായിട്ടിരുന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ തേങ്ങ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് തണക്കാൻ അരയ്ക്കാം. ഇനി ഞാൻ അതേ പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടാക്കി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കണം. ഇനി ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചൊരക്ക എടുത്തിടാം. നന്നായിട്ട് നമുക്കിനി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് എണ്ണ കറിഞ്ഞിരുന്ന് വഴന്ന് വരട്ടെ. നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് ചൊരക്കയാന്ന് ആരും അറിയില്ല കേട്ടോ. പിള്ളേർ അറിയും കൂടി ഇല്ല. പിള്ളേരെന്നല്ല വലിയവരും അറിയില്ല. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ടുകൊടുക്കാം. നല്ല ചുരക്കി നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇടാം. പിന്നെ ആദ്യം തീ കുറച്ച് വയ്ക്കാം. അത് നമുക്കിതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടി ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമണം പോണ വരെ ഒന്നും ഇളക്കി കൊടുക്കാം. തീ കുറച്ചിടുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോണത് ഗരം മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ചരക്ക കിട്ടുമ്പോൾ ഇത് ചരക്കക്കറിയാണ് ആരും അറിയുക പോലുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. ഉണ്ടാക്കിയിട്ട് അതിൻ്റെ രുചി എങ്ങനെയാണെന്നൊക്കെ കമൻറ്റും കൂടി ചെയ്യണം.
ഇപ്പം തന്നെ നമുക്ക് ആ ഒരു ഇറച്ചിയുടെയൊക്കെ ഒരു മണം വരുന്നുണ്ട് ആ മസാല ഇട്ട് കഴിഞ്ഞപ്പോഴേ. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യാം. നമ്മൾ ഇത്ര നേരം ഉപ്പിട്ടിട്ടുണ്ടാവുന്നില്ല. ഇനി നമുക്ക് ഉപ്പും കൂടി ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയല്ലേ, അത് അരച്ചത് ഒഴിക്കാം. തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ജാറ് കഴുകി വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് കിടന്ന് തിളക്കണം. കറി നന്നായിട്ട് തിളച്ചു. നമുക്കൊന്ന് വാങ്ങുന്നതിന് മുമ്പ് ഒരു ഇത്തിരി മസാലയും കൂടി നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഇനി ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് കടുക് വറുക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കുന്നുണ്ട്. നമ്മൾ അതിൽ എണ്ണ ഒഴിച്ച് വഴറ്റിയതല്ലേ, ഒരുപാട് എണ്ണ നമുക്ക് വേണ്ട. കടുകിടാം. നമുക്കിതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത്, ചുവന്നുള്ളി മുഴുവനുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില, നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം.